ഹലോ ഗായ്സ്, നമ്മൾ കളിക്കാൻ പുതിയൊരു ഗെയിമാണ്. ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് ഗ്രാനി ലെഗസി. ഇത് വെറും ഗ്രാനി അല്ലേ, ഇത് വേറെ ആൾ ഉണ്ടാക്കിയൊരു ഗെയിമാണ്. നമുക്ക് ഇതിൽ പുതിയൊരു എസ്കേപ്പ് ഉണ്ട്. ഇതിൻ്റെ പേരാണ് റോബോട്ട് എസ്കേപ്പ്. അത് നമുക്ക് ചുമ്മാ കിട്ടൂല. ഇതാണ്ട് ഈ ഒരു ഷോപ്പിൻ്റെ അകത്ത് കയറി ഇതാണ്ട് ഇത് പർച്ചേസ് ചെയ്താലേ നമുക്കത് കിട്ടും. ഇത് പർച്ചേസ് ചെയ്താൽ നമുക്ക് ആ ഒരു റോബോട്ട് എസ്കേപ്പ് കിട്ടുമോ? എന്തിനായിരുന്നു എക്സ്ട്രാ ഓപ്ഷൻസ്, എന്നാലേ ആ റോബോട്ട് എസ്കേപ്പ് വരും. ആദ്യം ഞാൻ വാങ്ങിച്ചിട്ട് കളിച്ചപ്പോൾ വന്നില്ലായിരുന്നു. പിന്നെ ഇതാണ്ട് ഈ ഒരു ഓപ്ഷൻ ഓണാക്കിയാലേ എക്സ്ട്രാ അത് വരൂ. ഇത് കളിക്കാൻ പിന്നെ ഇത് എസ്കേപ്പാണ്. നമുക്ക് എന്തൊക്കെ സാധനമാണെന്ന് എനിക്കൊന്ന് അറിഞ്ഞുകൂടാ. നോക്കാം. ഇത് പഴയ ഗ്രാനി പോലെയൊക്കെ ആയിരിക്കും. പഴയ ഗ്രാനി, ഞാൻ ഗ്രാനി കളിച്ചതിൻ്റെ എക്സ്പേർട്ടാണ്, പ്രോ. അതൊന്നും നമുക്ക് സീനില്ല. ഈ ഗ്രാനി ഉണ്ടാവോ? ഇതെന്താ പിങ്ക്? ഇത് പിങ്ക് കളർ. ഇത് നമുക്ക് പക്ഷേ എടുക്കാനുള്ള ഒബ്ജക്റ്റിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കളർ വരാം. കാരണം നമുക്ക് കളറൊക്കെ മാറ്റാം. ഞാൻ പിങ്കാണ് ഇട്ടിരിക്കുന്നത്. അയ്യോ, മണ്ടയിലൊക്കെ ഓരോ സാധനങ്ങളുണ്ട്. ഈ ഒരു ക്യാബിനറ്റ് ക്യാബിനറ്റ് നമ്മളെ റോബോട്ട് എസ്കേപ്പിൽ മാത്രമേ കാണൂ. എവിടെയാണ്? ഇവിടെ റോബോട്ട് എസ്കേപ്പ് ഏകദേശം ഇവിടെ ആയിരിക്കും പറഞ്ഞത്. ഈ ഒരു സാധനം. പിന്നെ ഇത് കുറേ ഗ്ലിച്ചസ് ഒന്നും വർക്കാവില്ല കേട്ടോ. ഞാൻ നോക്കി കുറേ ഗ്രാനീനെ കൊണ്ട് ഈ ഒരു സാധനം ഈ സാധനമായിട്ട് പൊളിപ്പിക്കാനൊക്കെ നോക്കി, നടന്നില്ല. അതൊന്നും നടക്കൂല. അവരെല്ലാം പരിഹരിച്ച് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഗ്ലിച്ച് അടിച്ചങ്ങ് ജയിക്കണമെന്ന് എടുക്കണം വരെ ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മളെ സാധാ ഗ്രാനിയിൽ പറ്റും. കിണറിൻ്റെ സാധനമൊക്കെ കിട്ടി. ഇതിലും ചിലപ്പം വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണും. പിന്നെ മറ്റേ എക്സ്ട്രാ ഓപ്ഷൻസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കളി കളിക്കണം. ഞാൻ എന്തായാലും 2-3 കളി കളിച്ചാണ് ആ പൈസ കാണും. ഒരു കോയിൻ കിട്ടും. നമുക്ക് അത് ഒരു 5 കോയിൻ വേണം, എന്നാലേ അത് കിട്ടും. ഈസി കളിച്ചാൽ 2 കോയിനും, നോർമലി അടിച്ചാൽ 3 കോയിനും, അങ്ങനെ എന്തോ ആണ്. ഞാൻ ഈസിയാണ് അത്രയും കളിച്ചു. നോർമൽ കളിച്ചപ്പോൾ തോറ്റു പോയി. ഞാൻ എന്തെന്നാണ് ഇവിടെ ഞാൻ അങ്ങനെ തിരിച്ചു പോയി. ഇനി നമുക്ക് പോകണ്ടേ. ആദ്യം എനിക്ക് തള്ളയ്ക്ക് നമുക്ക് കുറച്ച് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ കുറേ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് മണ്ടേ പോവാം. അവളിങ്ങോട്ട് വരും. ആദ്യം നമുക്ക് ഇവിടെ പൊളിക്കാം. ഇറച്ചി ഇവിടേക്ക് എന്തിനുണ്ടേ? ഒന്നുമില്ലേ? ആ 4 കാക്കേരയിൽ എന്തിര് ഈ മഴ എന്തിര്? എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മളെ സ്പെഷ്യൽ കീയാണ്. അതിൻ്റെ അകത്താണ് നമ്മളെ പുതിയ എസ്കേപ്പ് ഉള്ളത്. അതാണ് നമുക്ക് വേണ്ടത്. അയ്യോ, ഈ സാധനത്തിൻ്റെ പേരും മറന്നല്ല. നമ്മളത് പ്ലേ ഹൗസിൻ്റെ അവിടെ ഉപയോഗിക്കണത്. പ്ലേ ഹൗസ് കീ ഉപയോഗിച്ചിട്ട് പിന്നെ ഉപയോഗിക്കുമല്ലോ. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത്യാവശ്യ കാര്യം മറന്നു. അയ്യോ, ഇറച്ചി പിങ്ക് ആടാ പറഞ്ഞു തീർന്നില്ല. കിട്ടി. ഇത് ആദ്യം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ആദ്യം തള്ള ഇങ്ങോട്ട് വരും. എൻ്റെ പുന്നളിയാ, ഓടറ ഇടുക്കി നാളിവിടെ വന്ന എൻ്റെ പൊന്നെ. ഞാൻ പെട്ടെന്ന് പേടിച്ചു ഇവിടെ. അത് പേടിച്ചതല്ല, നെട്ടിയതാണ്. തൊണ്ട ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പറ്റി? നീ ഇടിച്ചു നിന്നേ. ഞാൻ ലാഗ് അടിച്ചിരുന്നു. തൊണ്ടയ്ക്ക് ചെറിയൊരു പണി കിട്ടി. അതാണ് ഇങ്ങനെ ശബ്ദത്തിന് മാറ്റം. ഇവിടെയാണ് നമ്മളെ റോബോട്ട് എസ്കേപ്പിൻ്റെ സാധനം. കണ്ടോ? സീനാണ് ഈ റോബോട്ട്. ഇത് വെച്ച് എസ്കേപ്പ് ആവണമെങ്കിൽ ആദ്യം വേണ്ടത് നോ ഡാറ്റ. എന്തിനാ വെയിറ്റ് മെഷീൻ? ഇവളെന്തിനാ ഇവിടെ ഉള്ളി തൂക്കി കൊടുക്കണ? മേ ബി ഐ ക്യാൻ പുട്ട് സം വെയിറ്റ് ഓൺ ദ വെയിറ്റ്. കുറച്ച് വെയിറ്റ് എടുത്ത് വെച്ചാൽ പോരെ. വെയിറ്റ് കണ്ടുപിടിക്കണം.
ഇതെടുത്തിട്ടാ പോരെ. ആദ്യം നമുക്ക് ഇതെടുത്ത് വയ്ക്കാം. ഇതിൻ്റെ അപ്പുറത്ത് വെയിറ്റ് വെച്ചാൽ ചെയ്യുമെന്നാണ്, തുറക്കുമെന്നാണ്. ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനത്തിൽ ഇടിച്ചത്? ഈ ഇടിച്ച് നിൽക്കണേക്ക് ഞാൻ ശരിക്കും ഗ്ലിച്ചടിച്ചു. ഇവിടെ വേറെ ഓട്ടയുണ്ട്. ഏതില്ല? ഇതിനാണ് ഇതിനാണ്. നമ്മുടെ സ്പൈഡർമാൻ അവിടെ ഉണ്ടല്ലേ. ആ കിളവി പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഇവിടെ എന്തിനും നോക്കിയില്ലല്ലേ. ഈ കമ്പൊക്കെ എന്തിനാ എനിക്ക്? ഞാൻ റോബോട്ട് എസ്കേപ്പടാ ചെയ്യണേ. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. അല്ല, താഴെ പോയി നമുക്ക് പ്ലാങ്ക് എടുക്കണ്ട്. പ്ലാങ്ക് ഒന്ന് ചിറ്റിക്ക. എന്തായാലും അവിടെ ഞാൻ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇനി അങ്ങോട്ട് പോകും. ആ നേരം കൊണ്ട് നമുക്ക് മോളിൽ ചെന്ന് കുറച്ച് പൊളിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം. മാറാമോ? ഓക്കെ സാർ, ഞാൻ എന്തായാലും മണ്ടേ ചെന്ന് ചുറ്റി കഴിച്ച് അത് പൊളിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഇരുന്നത് നമ്മളെ വയർ കട്ടറാണ്. പിന്നെ പ്ലാങ്ക് എടുത്ത് അവിടെ വെച്ച് ഞാൻ കയറി അവിടെ നോക്കിയപ്പം മറ്റേ ചിലന്തിയിൽ അവിടെ ഉപയോഗിക്കണ മറ്റേ സാധനം അവിടെ എന്തോ കറക്കിയിട്ടൊക്കെ നോക്കൂല്ലേ. അത് തന്നെ, കറക്കിയൊക്കെ നോക്കേണ്ട ഒരു സാധനം. എന്തായാലും നമുക്ക് വെപ്പം കിട്ടിയിട്ടുണ്ട്. നിന്നെ എന്തിനു കൊള്ളാടാ? അങ്ങനെ തന്നെ മക്കള്. വാ 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 മക്കള് വാ. എന്നാ സുഖമുണ്ടോ? അവിടെ കിടന്നു. വന്ന് എൻ്റെ പുറത്ത് വന്ന് വീണ്. ചക്ക വെട്ടിയിട്ട് കണക്ക് വീണ്. നമുക്ക് ഇനി ഈ സാമാനം എടുത്തുകൊണ്ട് അങ്ങ് പോകണം. മറ്റേ ചിലന്തിയിൽ സ്പൈഡർ എസ്കേപ്പും കൂടെ വന്നപ്പോൾ ഭയങ്കര പണിയായിടേ. ഇപ്പം അവിടെയൊക്കെ പോയാൽ സാധനങ്ങളൊക്കെ കിട്ടും. ഇനി കാറിൻ്റെ ഡിക്കിയിൽ എന്തിനാണ്. ഓക്കെ, എനിക്ക് എന്തായാലും പുതിയ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതെന്തായാലും നമ്മളെ റോബോട്ട് എസ്കേപ്പിൻ്റെ ഒരു എന്തെങ്കിലും സാധനം. എൻ്റെ പേര് ഇലക്ട്രിക് ബാറ്റാണ്. എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എന്തായാലും ഒരു ഡേയും കൂടെ അങ്ങ് കളഞ്ഞിട്ടുണ്ട്. നേരത്തെ ഗ്രാനീനെ അടിച്ചിട്ട് കൊന്ന്. എന്തായാലും ഇവളെ കയ്യിൽ നിന്നല്ല ഞാൻ ചത്തത്, അതിനെ ഉറപ്പിച്ച് പറയാം. ഇവളെ കയ്യിൽ നിന്നല്ല ചത്തേ. ഞാൻ പെട്ടി തുറന്നു. എനിക്ക് മറ്റേ നമ്പറൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പെട്ടി തുറന്നപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഇവള് എവിടത്തെ കിഴങ്ങിട്ട്? ഇവിടെ നിന്നെയൊന്നും എനിക്ക് പേടിയില്ല. നീ ഗ്രാനിയിൽ ഈ അപ്ഡേറ്റ് വന്നപ്പോഴേ നിന്നെ പേടി ഉണ്ടായിരുന്നു. ഇപ്പം പേടിയൊന്നും ഇല്ല കേട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ലിഫ്റ്റിൽ കയറി അത് എടുത്തിട്ട് വരാം. ആ നമ്പർ എവിടെ എന്തോ എനിക്ക് കാണുന്നില്ല. പോട്ടെ. ഞാൻ വണ്ണെന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ണ് തുറന്നു ചത്തു. തണ്ണി എന്തിനേയും കാണുമായിരിക്കും. നമുക്ക് എന്തായാലും ഈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു 4-5 സാധനം കിട്ടിയതാണ്. നമ്മൾ പ്ലേ ഹൗസ് കീ വരെ നമുക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഒരു ഇറച്ചി കിട്ടി. ഇത്ര കിട്ടി. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വെളിയിട്ടിട്ട് വേണ്ട ഇത്രയും കിട്ടി. എത്ര 4 സാധനം. അവിടെ ഒരെണ്ണം കിട്ടിയാൽ ഞാൻ അത് വേണ്ട. നമുക്ക് കാറിൻ്റെ സാധനമാണ്. മൊത്തത്തിൽ 6 സാധനമാണ് ഇവിടെ മാത്രം ഉണ്ടായിരുന്നത്. 6 സാധനം. അപ്പോൾ 2 ആവശ്യമില്ലാത്ത കാർ എസ്കേപ്പിനുള്ളത്, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. 6 സാധനമൊക്കെ ഇവിടെയാണ് കൊണ്ടിട്ടിരുന്നത്. എന്തായാലും നമുക്ക് ഈ മീറ്റ് ആദ്യം കൊണ്ട് നമുക്ക് ചിലന്തിക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ചിലന്തിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചിലന്തിക്ക് തീറ്റ കൊടുക്കാം. ചിലന്തി ഇതെന്ത് സാധനം? റോബോട്ട് ഡാറ്റ എന്നാണ് കാണിച്ചത്. അവിടെ എന്തോ ഡാറ്റയുടെ സാധനം ഉണ്ടായിരുന്നില്ലേ. ഞാൻ ബാക്കി വായിച്ചിടാ നോക്കട്ടെ. തന്നെങ്കിൽ റോബോട്ട് ഡാറ്റ കണ്ടെയ്നർ. ഇത് ഇവിടെ കുത്താനാണ് സെറ്റ്. ഞങ്ങൾക്കൊരു പെൻഡ്രൈവും കിട്ടി. ഇനി നമുക്കൊന്നുമില്ല. ഇനി കുറച്ച് സാധനം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇനി എന്തോ വേണം. എനിക്ക് തോന്നുന്നു ക്യാബിനറ്റ് കീൻ്റെ അകത്തായിരിക്കും ബാക്കിയൊക്കെ ഉള്ളത്. എന്തായാലും എനിക്ക് കുറേ സാധനം അവിടെ നിന്ന് കിട്ടി. 5-6 സാധനമാണ് അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് എന്തായാലും ഗ്രാനീനെ നൈസായിട്ടൊന്ന് മുകളിലോട്ടാക്കിയിട്ട് തരാം. ഓക്കെ, ഞാൻ
എന്തായാലും പ്ലേ ഹൗസ് കീ കൊണ്ട് ഇവിടെ വെച്ച് നമ്മുടെ കോഗ് വീലൊക്കെ എടുത്ത് ഒരു കോഗ് വീൽ ഇവിടെ തന്നെ ഉണ്ട്. കളർ വ്യത്യാസമുണ്ടല്ലേ ഈ ഗെയിമിൽ. സ്പാർക്ക് പ്ലഗ് ഇതൊക്കെ എന്തിനാ എനിക്ക്? പക്ഷെ എന്തായാലും നമുക്ക് ഇവിടെ തുറന്നു നോക്കാം, അല്ലാതെ വേറെ വഴിയില്ല. ഞാൻ പ്ലേ ഹൗസ് കീ വെച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഇവിടെ നിന്നെങ്കിൽ ഒന്നും കിട്ടിയെങ്കിൽ ഉള്ളത് സേഫ്റ്റി. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും സേഫിൻ്റെ അകത്ത് എന്തെങ്കിലും നോക്കാം. ക്യാബിനെറ്റ് കിട്ടി. വാ 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 ഓടി വാ. ക്യാബിനെറ്റ് തുറന്നു നോക്കാം. ഇതെന്തിരി ഇലക്ട്രിക് കോയിൽ. ഇതാണ് ഈ ക്യാബിൻ. ഇതെന്തിനാ എനിക്ക്? ഗ്രാനി തള്ള വരുന്നുണ്ട്. നമ്മളിട്ട് കമ്പ് എവിടെയാടാ? കമ്പ് എവിടെ ഇട്ടെന്തോ നോക്കട്ടെ. ഇതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് നിൽക്കണത്? ഓക്കെ, എന്നാൽ കമ്പ് കിട്ടി. ഈ കമ്പ് എന്തിനെന്ന് അറിഞ്ഞുകൂടാ. മുളിച്ചൊന്ന് നോക്കണം. വളരെ റിസ്ക് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. രക്ഷപ്പെട്ടത് ഭാഗ്യം. ഓക്കെ, മൺഡേ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം ഇവിടെ ഒരു ബൾബ് ഉണ്ട്. ഈ ബൾബിനെന്ത് ഐ നീഡ് ടു റീചാർജ് ദ ബാറ്റൺ. ഈ താഴെ എറിഞ്ഞിട്ട് നോക്കിയാൽ നമുക്ക് അത് വേറെ രീതിയിലായിരിക്കും എഴുതി കാണിക്കണം. ഓക്കെ, ഐ നീഡ് സംതിങ് ഇലക്ട്രിക്. കണ്ടേ, എനിക്കൊന്ന് റീചാർജ് ദ ബാറ്ററിക്ക് എന്ന് പറയുമ്പം നമ്മളെ മറ്റേ ഇലക്ട്രിക് കോയിലുണ്ടല്ലോ ക്യാബിനറ്റ് കീയിൽ, അതുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, അതിനൊക്കെ ഒന്ന് വെച്ച് നോക്കണം. ഈ ഗ്രാനി എന്തിടേ? ഞാൻ റോബോട്ടിൻ്റെ അടിയിൽ കൂടെ വാ നീ പാടി. ഞങ്ങൾക്ക് എന്തായാലും അത് വെച്ചിട്ട് വരാം. ഈ ഇവള് കാണുമല്ലേ പുറകെ? ഇതാണ് ദേഷ്യം പറഞ്ഞത്. അയ്യോ, ഇതിൻ്റെ അതല്ലേ ഇവളൊക്കെ കറക്കി എടുത്തോണ്ട് പോവാം. ഇവിടെ കളി ഞാൻ ചേച്ചി ഡ്രോപ്പ് ചെയ്തെന്ന്. ഇങ്ങനെ ആക്കണത് അങ്ങനെ ആക്കിയാൽ മതിയാ? അവിടെ ഗ്രാനി ഉണ്ടല്ലോ വണ്ടിയിൽ. ഗ്രാനീനെ അടി കിട്ടും. അമ്മേ, ഓടോടോടോടോട്. ഇവിടെ അവിടെ എൻ്റെ തയ്യാറിയിരിക്കാൻ അവിടെ വരട്ടെ ഇങ്ങോട്ട്. എന്നിട്ട് പോവാം. ഇങ്ങോട്ട് പോടി ഇത്തിരി. എവിടെയെങ്കിലും ഒന്ന് പോയി തരോ? പ്രത്യേകിച്ച് കമ്പനി മാറ്റുമെന്ന് തോന്നിയില്ലേ? നോക്കിയിട്ട് വരാം നമുക്കൊന്ന്. എന്തായാലും ആദ്യം തന്നെ സംഭവം. ഇനി വേറെ ഒന്നും തുറക്കാനൊന്നുമില്ല. ഇനി വെച്ച് നോക്കണം. ഓട് ഓട് ഓട്. ഓ, ഇവിടെ അവളെ കൊണ്ട് ട്രാപ്പ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് തന്നെ. അടുത്ത ഐ നീഡ് ടു റീചാർജ് ദ ബാറ്റ്. 2 വശം ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ വീണ്ടും ചെന്ന് ആക്കി. അപ്പം അല്ല, ഞാൻ 4 വശം കുത്തിയല്ലേ. എനിക്ക് 1 വശം കുത്തിയാൽ മതി. ഒരു വശം കുത്തുമ്പോൾ നമുക്ക് 2 വശം ചാർജ് ചെയ്യാനുള്ള പവർ കിട്ടും. അല്ലെ ചുമ്മാടന്ന് കുത്തണ്ട. നമുക്ക് എന്തായാലും ഇതും കൊണ്ട് നമുക്ക് ഗ്രാനിയുണ്ട്. നീ എന്തായാലും വാ, നിൻ്റെ മുമ്പ് വെച്ച് തന്നെ റോബോട്ട് എസ്കേപ്പ് ചെയ്യും. എൻ്റെ പൊന്നി വാ വാ. ഇത്രയും ചെയ്താൽ മതി. ഇപ്പം റോബോട്ടിന് പെട്രോൾ വേണം. റോബോട്ട് പെട്രോൾ ഉണ്ട്, അതൊന്നും എനിക്കറിഞ്ഞൂടാ. കേസെറ്റ് അയ്യോ അല്ലേ ആയടേ. ഇനി എന്തിരി വേണം? ഇനി എന്തിരി വേണം? എനിക്കൊന്നും ഈ വെയിറ്റ് വെക്കണമായിരിക്കും. ഈ വെയിറ്റിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. അടി ഇതൊന്നും പോരെന്ന് വെയിറ്റ്. എടാ ഈ വെയിറ്റ് തന്നെ. ഓക്കെ, ഞാൻ എന്തായാലും താഴെ കിടന്ന ചിട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് വെച്ച് നോക്കാം. ഇവിടെ എത്ര വെയിറ്റ് വേണോടാ? എന്നിട്ട് താഴെ പോണം, ഇനിയും പോണം. അയ്യോ അവള്. ഞാൻ വേറെ ഇനി എന്തോന്ന് എടുക്കാൻ? അവിടെ ഞാൻ എന്തോന്ന് ചെയ്യാനടാ? ഇവിടെയുള്ള എല്ലാ സാധനവും എടുത്തിട്ടിട്ട് ഇത് വരണില്ല. പൊങ്ങി. എടാ 9 കിലോ ഒക്കെ കാണിച്ച്. എടാ എനിക്ക് വന്ന വെയിറ്റ് ഉള്ള ഏതെങ്കിലും സാധനം ഇട്ടാൽ മതി. എടാ ഈ ബാറ്ററി മാത്രം ഇട്ടാൽ മതി എന്തോ. ഇതെന്തിനു
ഇപ്പം ഇനി എസ്കേപ്പ് ആകാൻ പറ്റുമോ? എടാ ബാറ്ററി മാത്രം ഇനി മനസ്സിലാവണില്ല. ചാർജ് ചെയ്ത് എടാ നാശം. അത് ബട്ടൺ കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ വിചാരിച്ച് വെയിറ്റ് ഒക്കെ കൊടുക്കണമെന്ന്. എടാ ഒരു കാര്യം ആവശ്യം വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് കീ കാണാം, സാധനങ്ങൾ കാണാം. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബാറ്ററിയും വേറെ എന്തെങ്കിലും ഇട്ടാൽ മതിയായിരുന്നു വെയിറ്റ് ഉള്ള. എല്ലാം കൂടെ വെയിറ്റ് ഇല്ലാത്ത കുറേ സാധനങ്ങൾ എടുത്ത് ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ. ഓ റോബോട്ട് എസ്കേപ്പ്. എന്താ അടപ്പ ഇടിച്ച് പൊളിച്ചടാ നമ്മൾ പോയത്. കത്തിച്ച് ഗ്രാനിയുടെ വീട്. അവിടെ തീര് നിൽക്കുന്നുണ്ട് ഗ്രാനി. അയ്യോ, ആര് വെയിറ്റ് വെക്കാനായിരുന്നു കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നത്. ആ ഒരു സ്വിച്ച് അമക്കാനാണ് ഇനി ഞാൻ വെയിറ്റൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. കേസ് എന്തായാലും ഈ വീഡിയോ ഇവിടെ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിൽ വേറെ പുതിയ എസ്കേപ്പ് വരെ അത് ചെയ്യണമായിരിക്കും. കേസ് എന്തായാലും ബൈ.